ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ്. ഡെയിലി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ നീച്ച് വന്നതും ഒന്ന് പറഞ്ഞു പഴമ്പൊരി ഉണ്ടാക്കാൻ കുറച്ച് പഴം ഇതാണ് കേട് വന്ന് പോകുന്നത്. അതിനാൽ ശരി ഓക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ നമ്മള് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണല്ലോ. അപ്പൊ മൈദപ്പൊടി ഞാൻ ഇതിൽ അളവൊന്നും പറയുന്നത് കാരണം എല്ലാവർക്കും എല്ലാവരും ഉണ്ടാവില്ല. പിന്നെ ആകെപ്പാടെ ഞാൻ ഇതിൽ പറയുന്ന ഒരു ടിപ്പായിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അതായത് ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമ്മൾ അരിപ്പൊടിക്ക് പകരം നമുക്കത് ഉപയോഗിക്കാന്നുള്ളതാണ്. പിന്നെ നമ്മളെ മക്കൾക്ക് നമ്മൾ കുറച്ച് പാൽ കൊടുത്തു. മോർണിംഗ് അവർക്കുള്ള ടീ അതാണ്. പിന്നെ ആ പഴംപൊരി സെറ്റായി, ചായ റെഡിയായി. അങ്ങനെ ഒരു പഴംപൊരി യുദ്ധത്തിന് ശേഷം നമ്മൾ നേരെ പോകുന്ന ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പ്രീതി സിൽക്സിലോട്ടാണ് കേട്ടോ ഇപ്രാവശ്യം പോയത്. നോർമലി നമ്മൾ ഡ്രസ് വേൾഡിലോട്ടാണ് പോവാണ്. ഇവിടുത്തെ കളക്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അതിന് ശേഷം ഞാൻ ഇത് ഇട്ടു. അപ്പൊ ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അതന്നെ ഇന്നത്തെ ചൂസ് ചെയ്തതും. ആൻഡ് ലാസ്റ്റ് ഇതുപോലെ ട്രയലൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് ഫിൽ അടിച്ച് പുറത്തോട്ട് ഇറങ്ങി. നല്ല ദാഹം ഉണ്ടായിരുന്നു. ഈ പാലക്കാലത്ത് പൊരുമയിലും പിന്നെ ദാഹം അല്ലാതെ എന്തായാലും ഉണ്ടാവുക. നോമ്പൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഇനി എന്താവുന്ന പോലും അറിയില്ല. അപ്പൊ സാധനങ്ങൾ ഒരു സൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഈ കട്ട്ലേറ്റ് അടിപൊളി സാധനമായിരുന്നു. വീട്ടിലിരിക്കുന്ന താത്താക്കും കൂടെ മേടിച്ചായിരുന്നു, പക്ഷെ അത് കൊടുക്കാൻ മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആ സംഭവം കണ്ടത്. ഓറഞ്ച് ജ്യൂസും സംഭവം സെറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെന്താ, വീട്ടിലെത്തി കുറച്ച് എഴുത്തും കുത്തും വായനകളും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവങ്ങളൂടെ നമ്മളവിടെ ചെയ്തു പോണല്ലോ. കാരണം നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ അതും നടക്കണമല്ലോ. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡയറക്റ്റ് ആയിട്ട് കഥം. അപ്പൊ ഇന്നത്തെ ദിവസം എത്ര ഉള്ളു ഗൈസ്. അപ്പൊ ഓക്കെ, ബൈ.